സ്വാഗതം ന്യൂസ് ക്യാപ്സൂളിലേക്ക്. ഗസയിൽ നിന്ന് 4 ബന്ദികളുടെ മൃതദേഹം ഹമാസ് കൈമാറി. ബാക്കിയുള്ള മൃതദേഹം കണ്ടെത്താൻ സമയം ആവശ്യമാണെന്ന് ഹമാസ് അറിയിച്ചു. ഗസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്ന സന്ദേശം പങ്കുവച്ച് ഷർമു ഷെയ്ഖിൽ ചേർന്ന ഉച്ചകോടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നതിനിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെതിരായി നടപടിക്ക് സാധ്യത. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP H വെങ്കടേഷ് എന്ന സന്നിധാനത്തെത്തും. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കും. OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയതിൽ ഐ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. അപമാനിച്ചു എന്ന വികാരത്തിൽ അബിൻ വർക്കിയും ഐ ഗ്രൂപ്പും KC വേണുഗോപാലൊപ്പം നിൽക്കുന്നവർക്ക് അമിത പ്രാധാന്യം ലഭിക്കുന്നുവെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആരോപണം. അബിൻ വർക്കി എന്ന മാധ്യമങ്ങളെ കാണും. പേരാമ്പ്ര സംഘർഷത്തിൽ UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പോലീസിനെതിരെ കോൺഗ്രസ്. പോലീസിൽ നിന്ന് പ്രതീക്ഷിച്ച നടപടിയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പറഞ്ഞു. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പ്രവീൺ കുമാർ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 30-ലേറെ പേർ ചികിത്സയിൽ. കൂടുതൽ രോഗികളും തെക്കൻ ജില്ലകളിൽ. ഞായറാഴ്ച മാത്രം സംസ്ഥാനത്ത് 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1.5 മാസത്തിനിടെ 61 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക്. സാങ്കേതിക സർവകലാശാല VC K ശിവപ്രസാദിനെതിരെയുള്ള ലോകായുക്ത കേസ് ഇന്ന് പരിഗണിക്കും. സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ അഭിഭാഷകനെ നിയോഗിച്ച് കേസ് നടത്താൻ പണം അനുവദിച്ചതിനെതിരെയാണ് കേസ്. പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ വിധി ഇന്ന്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയാണ് ഈ കേസിലും പ്രതി. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി ജോർജാണ് വിധി പറയുക. അയൽവാസിയായിരുന്ന സജിതയെ 2019 ഓഗസ്റ്റ് 31 ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാലിയക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കണോ എന്ന കാര്യവും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ടോൾ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രം ഇന്ന് കോടതിയിൽ നിലപാട് അറിയിക്കും. സുപ്രധാന രംഗങ്ങൾ ഉൾപ്പെടെ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട സെൻസർ ബോർഡിനെതിരെ ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിഷയത്തിൽ സെൻസർ ബോർഡ് ഇന്ന് കോടതിയിൽ മറുപടി അറിയിക്കും. 15ഓളം മാറ്റങ്ങൾ നിർദ്ദേശിച്ച സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്താണ് അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ലഡാക്കിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, NV അഞ്ജലിയും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലഡാക്കിലെ പ്രതിഷേധത്തിൽ 4 പേർ മരിക്കാനിടയായതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സോനം വാങ്ചുക് ജയിലിൽ നിന്ന് നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ക്യാപ്സൂൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് മോർണിംഗിൽ സൈഫുദ്ദീനും അമൃത പടിക്കാലും